ഹലോ ഫ്രണ്ട്സ്, ഫാമിലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ പുഴുക്കാണ്. അതുപോലെ തന്നെ ആ കപ്പ കുറച്ച് മാറ്റിയെടുത്ത് മുട്ടയിട്ടൊരു റെസിപ്പി കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടു റെസിപ്പികളും ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ ചേർക്കുക. വേവാൻ ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കപ്പ നമുക്ക് വേവാനായി വെക്കാം. കപ്പ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ച് കപ്പയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു റെസിപ്പി കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കപ്പ മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ള കപ്പ നന്നായി ഉടച്ചു മാറ്റിയെടുക്കുക. ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, സവോള എന്നിവയിട്ട് നന്നായി വഴറ്റി എടുക്കുക. ഇവയെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കപ്പ, ആ കപ്പ ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. അടുത്തതായി നമുക്ക് മുട്ടയും കപ്പയും കൊണ്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു പച്ചമുളക് എന്നിവയിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. മുട്ട നന്നായി ചിക്കിയെടുക്കുക. മുട്ട നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ കപ്പ പുഴുങ്ങിയത്, ആ കപ്പയെടുത്ത് ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കപ്പയും മുട്ടയും തമ്മിലുള്ള റെസിപ്പി റെഡിയായിരിക്കുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യുക.